റമദാന്റെ 1 മുതൽ നമ്മൾ ആരംഭിക്കുന്ന ഖുർആനോത്ത് മറ്റ് ഇബാദത്തുകളൊന്നും തുടർത്തിക്കൊണ്ടുപോകാൻ കഴിയാത്തതിൻ്റെ ഒരു കാരണം റജബും ഷഅബാനും കാര്യമായിട്ട് റബ്ബ് തന്നിട്ട് വേണ്ടതുപോലെ ഒരുങ്ങാത്തുണ്ട്. ഈ ഒരുക്കെന്ന് പറഞ്ഞാല് ചില മഹാന്മാർ അവരുടെ ആത്മീയ ഭാഷയെ വിത്തിറക്കേണ്ട മാസം, വെള്ളം നനയ്ക്കേണ്ട മാസം, ശരീരം ശുദ്ധിയാക്കേണ്ട മാസം, മനസ്സ് ശുദ്ധിയാക്കേണ്ട മാസം എന്നൊക്കെ പറയും. എന്നൊക്കെ ഒരു ആകപ്പാടുള്ള ഒരു താല്പര്യം തൗബ ചെയ്ത് നന്നാവണം. അങ്ങനെയാ വേണ്ടത്. ഇപ്പൊ ഹജ്ജ് ഉംറയെ കുറിച്ച് പറയുന്ന കിതാബുകളിലൊക്കെ പറയുന്നതാണ് ഹജ്ജിന് പോകുന്നതിന് മുമ്പ് ഉംറക്ക് പോകുന്നതിന് മുമ്പ് നാട്ടിൽ നിന്ന് തൗബ ചെയ്തിട്ട് പോകണം. പലരുടെയും വിചാരം മക്കത്ത് പോയിട്ട് എന്തോ ചെയ്യണമെന്നോ. അങ്ങനെയല്ല ശരിക്കും. അങ്ങനെ തൗബ ചെയ്ത് പോകാത്തത് കൊണ്ടാണ് അവിടുന്ന് ബെഡ്റൂമിൽ ഉറങ്ങാനും എന്റെ ഉംറന്റെ പാക്കേജിൽ തലശ്ശേരി ബിരിയാണി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്തതൊക്കെ ചോദിക്കണത്. അതുകൊണ്ടാണ് എന്തോ ഒരു സുഖം കിട്ടാൻ പോകുന്ന പോലെ. ഇവിടുന്ന് തന്നെ നമ്മുടെ എല്ലാ തെറ്റും പൊറപ്പിച്ചാലേ മക്കത്തുനിന്ന് മക്ക മുതലാക്കാൻ പറ്റുള്ളൂ, മദീന ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഫത്തൗബ മിഫ്താഹുല്ലി കുല്ലി ഇത്വാഅത്തിൻ. ഏത് ഇബാദത്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും പെരടിക്കുന്ന തെറ്റിന്റെ ഭാണ്ഡവും ഹൃദയത്തിൽ നിന്ന് തെറ്റിന്റെ ആ ഇരുണ്ട കറുത്ത അധ്യായം മായ്ച്ചു കളയും. റമദാനിന് മുമ്പ് തൗബ ചെയ്ത് നന്നാവും. തൗബ എന്ന് പറഞ്ഞാൽ എന്തോ വലിയൊരു മജ്ലിസ് ആവുക, ദീർഘനേരം ആവുക, അങ്ങനെയൊന്നുമില്ല. ഉള്ളിന്റെ ഉള്ളിൽ ചെയ്തു പോയ തെറ്റിൽ ഖേദമുണ്ടോന്ന് അന്ന് ചെക്ക് ചെയ്യും. കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ ലാസ്റ്റ് മിഡ് ടൈം എക്സാമിന്റെ മാർക്ക് പെർസെന്റേജ് അത് നമ്മളത് അറ്റ് മൊമെന്റ് അയാൾക്ക് നന്നാവണമെന്നുണ്ടോ, ചെയ്തു പോയ തെറ്റിൽ ഖേദമുണ്ടോ, ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ ഒരു തൗബ ചെയ്ത് നന്നായി കഴിഞ്ഞാൽ റമദാനിൽ ഭയങ്കര ടേസ്റ്റ് എനിക്ക് ബാത്ത്. കാരണം തടസ്സങ്ങളില്ല. റബ്ബ് എപ്പോഴും കാത്തിക്കണ നമ്മുടെ അടുത്ത് ചെറിയ എന്തെങ്കിലും അങ്ങോട്ട് അടുക്കാനുള്ള ഒരു ശ്രമം ഉണ്ടോ എന്നുള്ളത് തന്നെ. അതിന്റെയാണ് ഈ ഒരു ചാണ് അടുത്താൽ ഒരു മുഴ അടക്കും, നിങ്ങൾ ഓടി വന്നാൽ റബ്ബ് നിങ്ങൾ നടന്നു വന്നാൽ ഓടി വരും എന്ന് പറയുന്നതിന്റെ ഒരു താല്പര്യം. ഇന്നല്ലാഹു യുഹിബ്ബു തവ്വാബീൻ. ഈ തവ്വാബി എന്ന് പറഞ്ഞാല് താഇബി എന്ന് പറഞ്ഞാൽ മതി. തൗബ ചെയ്യുന്നവർ. തവ്വാബി എന്ന് പറഞ്ഞാല് ഇടക്കിടക്ക് തെറ്റ് സംഭവിച്ചു പോയി വീണ്ടും വീണ്ടും അല്ലാഹുവിലേക്ക് അടുക്കുന്നവർ, ഇടക്കിടക്കേ തൗബ ചെയ്യുന്നതാണ് ആ തവ്വാബിന്റെ അർത്ഥം തന്നെ. ഒരു വട്ടം ഒരാൾ തൗബ ചെയ്ത് നന്നായി, പിന്നീട് അയാള് തെറ്റ് ചെയ്ത് പോയിട്ട് പിന്നെയും തൗബ ചെയ്യുമ്പോൾ മലക്കൾ അള്ളാഹിനോട് ചോദിക്കും അത്രേ, ചെങ്ങായി പിന്നെയും വന്നിട്ടുണ്ട്, ഇതെങ്ങനെ ആ മൊബൈലിൽ എറിഞ്ഞ് പൊട്ടിച്ച് ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റ് ചെയ്യൂല എന്ന് പറഞ്ഞ എങ്ങനെ വന്ന് പുതിയ ഫോണ് വാങ്ങി ഓർഡർ ചെയ്തു, പിന്നെയും തെറ്റ് ചെയ്തു. അപ്പൊ അള്ള പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ഞാൻ അള്ളയാണ് ആ പാവം അംഗീകരിക്കുന്നുണ്ടല്ലോ. അള്ളാഹ് അത്രയും